എൻഫേസിലേക്ക് സ്വാഗതം. എൻഫേസ് സോളാർ സിസ്റ്റത്തിൽ പ്രൊഡക്ഷൻ സിറ്റിയും കൺസംഷൻ സിറ്റിയും എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. എൻഫേസ് സിറ്റികൾ ±1% കൃത്യതയോടെ എളുപ്പത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള സ്പ്ലിറ്റ് കോർ ആണ്. സിറ്റിയുടെ വയർ 3 മീറ്റർ നീളമുള്ളതും 200 ആംപിയർ റേറ്റ് ചെയ്തതുമാണ്. അനുയോജ്യമായ വലിപ്പമുള്ള കേബിൾ ഉപയോഗിച്ച് വയറുകൾ 200 മീറ്റർ വരെ നീട്ടാം. സിറ്റികളുടെ 2 നമ്പറുകൾ IQ ഗേറ്റ്വേ മീറ്റർ ഉപയോഗിച്ചാണ് ലഭിക്കുന്നത്. സിംഗിൾ ഫേസ് സിസ്റ്റങ്ങൾക്ക് 2 സിറ്റികൾ മതിയാകും. ഒന്ന് പ്രൊഡക്ഷൻ മോണിറ്ററിംഗിനും മറ്റൊന്ന് കൺസംഷൻ മോണിറ്ററിംഗിനും. 3 ഫേസ് സിസ്റ്റങ്ങൾക്ക് ആകെ 6 സിറ്റികൾ ആവശ്യമാണ്. 3 എണ്ണം പ്രൊഡക്ഷനും 3 എണ്ണം കൺസംഷനും 4 എണ്ണം അധികം വാങ്ങേണ്ടതുമുണ്ട്. സീറോ എക്സ്പോർട്ടിൽ ഹോം കൺസംഷൻ നിരീക്ഷിക്കുന്നതിനും പ്ലാന്റ് പ്രവർത്തിപ്പിക്കുന്നതിനും പ്രൊഡക്ഷനും കൺസംഷൻ സീറ്റുകളും നിർബന്ധമാണ്. ഇനി IQ ഗേറ്റ്വേ ടെർമിനലുകളെ സൂക്ഷ്മമായി പരിശോധിക്കുക. ഇവ വോൾട്ടേജ് ടെർമിനലുകളാണ്. ഇവ CT ടെർമിനലുകളുമാണ്. ടെർമിനേഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് ഫ്ലാപ്പിന് മുകളിലുള്ള ലേബിൾ പരിശോധിക്കുക. ഇടത്തുനിന്ന് ആദ്യത്തെ 6 ടെർമിനലുകൾ, മുകളിലത്തെ 3, താഴത്തെ 3 എന്നിവയാണ് L1, L2, L3 ഫേസ് ഉള്ള പ്രൊഡക്ഷൻ CT ടെർമിനലുകൾ. അടുത്ത 6 ടെർമിനലുകളിൽ മുകളിൽ 3, താഴെ 3 എന്നിവ L1, L2, L3 ഫേസ് ഉള്ള കൺസംഷൻ CT ടെർമിനലുകളാണ്. വെളുത്ത CT വയർ മുകളിലെ ടെർമിനലുകളിലും നീല താഴെയുള്ള ടെർമിനലുകളിലും ബന്ധിപ്പിക്കും. ഇനി നമുക്ക് സിംഗിൾ ഫേസ് പ്രൊഡക്ഷൻ CT ഇൻസ്റ്റാളേഷൻ പരിശോധിക്കാം. സോളാർ ACDBയുടെ അകത്തെ കണക്ഷൻ ഡയഗ്രാം ഇതാണ്. സോളാറിൽ നിന്ന് വരുന്ന ഇൻപുട്ട് ടെർമിനൽ ബ്ലോക്കുകളുടെ സഹായത്തോടെ IQ റീലേയുടെ PVയുടെ ഭാഗത്ത് ബന്ധിപ്പിച്ചിരിക്കുന്നു. റൂഫിൽ നിന്ന് ലോഡിലേക്ക് കറന്റ് ഒഴുകുന്നു. പ്രൊഡക്ഷൻ CT ഫേസ് വയറിൽ ഘടിപ്പിക്കും. ആരോയുടെ ദിശ ലോഡിന് നേരെയോ കറന്റ് ഒഴുകുന്ന ദിശയിലോ ആയിരിക്കണം. IQ ഗേറ്റ്വേ മീറ്ററിലുള്ള പ്രൊഡക്ഷൻ CT ടെർമിനലുകളുടെ I1 ടെർമിനലുകളിലേക്ക് നീലയും വെള്ളയുമുള്ള CT വയർ ബന്ധിപ്പിക്കും. ഇപ്പോൾ നമുക്ക് സിംഗിൾ ഫേസ് കൺസംഷൻ CT ഇൻസ്റ്റാളേഷൻ പരിശോധിക്കാം. കൺസംഷൻ CT 2 സ്ഥാനങ്ങളിൽ സ്ഥാപിക്കാവുന്നതാണ്. ആദ്യം സോളാർ പ്രൊഡക്ഷൻ പൊസിഷൻ ഉപയോഗിച്ച് ലോഡ് ചെയ്യുക. രണ്ടാമത്തേത് ലോഡ് ഓൺലി പൊസിഷൻ ഉപയോഗിച്ചും. സോളാർ പ്രൊഡക്ഷൻ പൊസിഷനിലുള്ള ലോഡ് നോക്കാം. ഗ്രിഡിലും സോളാറിലുമുള്ള ഹോം ലോഡുകൾ പ്രവർത്തിക്കുന്ന ഹോം ലോഡ് പാനലാണിത്. നെറ്റ് മീറ്റർ ഔട്ട്പുട്ടിന്റെ ഫേസ് വയറിൽ CT ഇൻസ്റ്റാൾ ചെയ്യുക. ഡയറക്ഷൻ ലോഡിന് നേരെയായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കറന്റിന്റെ ദിശയിൽ കാണാൻ കഴിയും. സോളാർ ഗ്രിഡ് ഇന്റർകണക്ഷൻ പോയിന്റ് സോളാർ പ്രൊഡക്ഷൻ പൊസിഷനുമായി ലോഡ് ആകുന്നതിന് മുമ്പ് നെറ്റ് മീറ്ററിന്റെ ഔട്ട്പുട്ട് CT ഘടിപ്പിക്കുന്നു. CTയുടെ നീലയും വെള്ളയും വയറുകൾ IQ ഗേറ്റ്വേയിലൂടെയുള്ള കണക്ഷൻ സൈഡിന്റെ I1 ടെർമിനലുകളുമായി ബന്ധിപ്പിക്കും. ഇതാണ് ലോഡ് ഓൺലി പൊസിഷൻ. ഇവിടെ ഹോമിലേക്ക് പോകുന്ന ലോഡ് വയറിന് മുകളിൽ CT ഘടിപ്പിക്കും. CTയുടെ നീലയും വെള്ളയും വയറുകൾ IQ ഗേറ്റ്വേയിലൂടെയുള്ള കണക്ഷൻ സൈഡിന്റെ I1 ടെർമിനലുകളുമായി ബന്ധിപ്പിക്കും. ഡയറക്ഷൻ ലോഡിന് നേരെ ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കറന്റിന്റെ ദിശയിൽ പറയാം. സോളാർ ഗ്രിഡ് ഇന്റർകണക്ഷൻ പോയിന്റിന് ശേഷം ലോഡ് വയറിന് മുകളിലൂടെ CT ഘടിപ്പിക്കുന്നത് ലോഡ് ഓൺലി പൊസിഷൻ ആണ്. ഇനി നമുക്ക് 3 ഫേസ് പ്രൊഡക്ഷൻ CT ഇൻസ്റ്റാളേഷനിലൂടെ പോകാം. ഇത് സിംഗിൾ ഫേസ് പോലെയാണ്. മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരേ ഒരു കാര്യം ഫേസ് തിരിച്ചുള്ള കണക്ഷൻ ആണ്. ഇത് സോളാർ ACDBയുടെ ഇൻസൈഡ് കണക്ഷൻ ഡയഗ്രാം ആണ്. സോളാറിൽ നിന്ന് വരുന്ന ഇൻപുട്ട് ടെർമിനൽ ബ്ലോക്കുകളുടെ സഹായത്തോടെ IQ റീലേയുടെ PVയുടെ ഭാഗത്ത് ബന്ധിപ്പിച്ചിരിക്കുന്നു. റൂഫിൽ നിന്ന് ലോഡിലേക്ക് കറന്റ് ഒഴുകുന്നു. പ്രൊഡക്ഷൻ CT ഫേസ് വയറിൽ ഘടിപ്പിക്കും. ആരോയുടെ ദിശ ലോഡിന് നേരെയോ കറന്റ് ഒഴുകുന്ന ദിശയിലോ ആയിരിക്കണം. നീലയും വെള്ളയുമായ CT വയർ IQ ഗേറ്റ്വേ മീറ്ററിലുള്ള പ്രൊഡക്ഷൻ CT ടെർമിനലുകളുമായി ബന്ധിപ്പിക്കും. I1 ടെർമിനലിൽ L1 CT വയർ, I2 ടെർമിനലിൽ L2 CT വയർ, I3 ടെർമിനലിൽ L3 CT വയർ എന്നിവ ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ ഉറപ്പിക്കുക. ഇനി നമുക്ക് 3 ഫേസ് കൺസംഷൻ CT ഇൻസ്റ്റാളേഷൻ നോക്കാം. ഗ്രിഡിലും സോളാറിലും ഹോം ലോഡുകൾ പ്രവർത്തിക്കുന്ന ഹോം ലോഡ് പാനലാണ് ഇത്.
നെറ്റ് മീറ്റർ ഔട്ട്പുട്ടിന്റെ ഫേസ് വയറിൽ CT ഇൻസ്റ്റാൾ ചെയ്യുക. ഡയറക്ഷൻ ലോഡിന് നേരെ ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കറന്റിന്റെ ദിശയിൽ കാണാൻ കഴിയും. സോളാർ ഗ്രിഡ് ഇന്റർകണക്ഷൻ പോയിന്റ് സോളാർ പ്രൊഡക്ഷൻ പൊസിഷനുമായി ലോഡ് ആകുന്നതിന് മുമ്പ് നെറ്റ് മീറ്ററിന്റെ ഔട്ട്പുട്ടിൽ CT ഘടിപ്പിക്കുന്നു. CTയുടെ നീലയും വെള്ളയും വയറുകൾ IQ ഗേറ്റ്വേ മീറ്ററിലൂടെ കൺസംഷൻ CT ടെർമിനലുകളുമായി ബന്ധിപ്പിക്കും. I1 ടെർമിനലിൽ L1 CT വയർ, I2 ടെർമിനലിൽ L2 CT വയർ, I3 ടെർമിനലിൽ L3 CT വയർ എന്നിവയുമായി ബന്ധിപ്പിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പാക്കുക. ഇതാണ് ലോഡ് ഓൺലി പൊസിഷൻ. ഇവിടെ ഹോമിലേക്ക് പോകുന്ന ലോഡ് വയറിന് മുകളിലൂടെ CT ഘടിപ്പിക്കും. ഡയറക്ഷൻ ലോഡിന് നേരെ ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കറന്റിന്റെ ദിശയിൽ പറയാം. CTയുടെ നീലയും വെള്ളയും വയറുകൾ IQ ഗേറ്റ്വേ മീറ്ററിലൂടെ കൺസംഷൻ CT ടെർമിനലുകളുമായി ബന്ധിപ്പിക്കും. സോളാർ ഗ്രിഡ് ഇന്റർകണക്ഷൻ പോയിന്റിന് ശേഷം ലോഡ് വയറിന് മുകളിലൂടെ CT ഘടിപ്പിക്കുന്നത് ലോഡ് ഓൺലി പൊസിഷനാണ്. I1 ടെർമിനലിൽ L1 CT വയർ, I2 ടെർമിനലിൽ L2 CT വയർ, I3 ടെർമിനലിൽ L3 CT വയർ എന്നിവയുമായി ബന്ധിപ്പിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പാക്കുക.